ഹലോ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ സിമ്പിൾ പെൻഡുലം ഹാസ് ലെങ്ത് 1 meter. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ സ്മോൾ ആംഗിൾ ആൻഡ് റിലീസ്ഡ്. ദ ടൈം പീരിയഡ് ഓഫ് ഇറ്റ്സ് ഓസിലേഷൻ ഈസ് ടേക്ക് G ഈസ് ഈക്വൽ ടു 10 meter per second square. അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്താണ്, ഒരു പെൻഡുലം ഉണ്ട്. ഓക്കെ, ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 meter ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ എന്താണ്, ഒരു ചെറിയ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ സൈഡിലോട്ടോ ഏതെങ്കിലും ഒരു സൈഡിലോട്ടോ നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ആംഗിളിൽ ഇതിനെ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിനെ എന്ത് ചെയ്തു, റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് പറ്റും, ഇങ്ങനെ ഓസിലേറ്റ് ആവും അല്ലേ, ഇങ്ങനെ ഓസിലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ടൈം പീരീഡ് ഓഫ് ഇറ്റ്സ് ഓസിലേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ. എന്താണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √L/G എന്ന് പറയുന്നതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ L എന്ന് പറയുന്നത് എന്താണ്, പെൻഡുലത്തിൻ്റെ ലെങ്ത്തും, G എന്ന് പറയുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്കിത് രണ്ടും എന്താണ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അതായത് T ഈസ് ഈക്വൽ ടു 2π √Lg എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്താണ്, L എന്ന് പറയുന്നത് 1 meter എന്ന് തന്നിട്ടുണ്ട്, G എന്ന് പറഞ്ഞാൽ 10 meter per second square നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് ഇതിൽ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. അതായത് 2π ഇൻറ്റു √1/10 എന്ന് വരും. അതായത് 2π ഡിവൈഡഡ് ബൈ √10 വരും. അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 2π ഡിവൈഡ് ബൈ 3.162 എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് 1.986 സെക്കൻഡ് വരും. ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും, 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഇവിടെ, ഈ തേർഡ് വൺ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. ഓക്കെ.